ഹായ് എവരിവൺ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSCക്ക് എക്സാമിനൊക്കെ ചോദിക്കുന്ന ജനറൽ അവയർനെസ് സെക്ഷനിലെ 25 ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ആപ്പിൽ നിന്നാണ്. അതിലൊരു ക്വസ്റ്റ്യൻസ് ആണ് 2026 11 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട്സ് ഗേവ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ദ പവർ ടു ഡിസ്കസ് ദ ബഡ്ജറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിന് പവർ കൊടുത്ത ആ ഒരു ആക്ട് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1892 ആണ് ആ ഒരു പവർ കൊടുത്തത്. എന്തിനെക്കുറിച്ച്? ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്യാൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്. വെൻ എ കോർക്ക് ആൻഡ് എ നെയിൽ ആർ കെപ്റ്റ് ഇൻ എ ബീക്കർ ഫിൽഡ് വിത്ത് വാട്ടർ ദ കോർക്ക് ഫ്ലോട്ട്സ് വൈൽ ദ നെയിൽ സിങ്സ്. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദിസ്? നമ്മൾ ഒരു ബീക്കർ എടുത്തിട്ട് അതിൻ്റെ അത് കോർക്കും നെയിലും ഇട്ട് ഞാൻ നെയിൽ ആണി താഴെ വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോവുകയും കോർക്ക് പൊങ്ങി കിടക്കുകയും ചെയ്യും. അതിനുള്ള റീസൺ എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റീസൺ ഡെൻസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. The density of the iron nail is more than the density of water. അയൺ നെയിലിന് കോർക്കിനെക്കാളും എന്താണ്, അല്ല കോർക്കിനെക്കാളും ഡെൻസിറ്റി ഉണ്ട്, അതുപോലെ തന്നെ വാട്ടറിനെക്കാളും ഡെൻസിറ്റി ഉണ്ട്. അപ്പോൾ ഡെൻസിറ്റി കൂടിയ സാധനം എന്തെങ്കിലും താഴോട്ട് പോകും. അപ്പോൾ വെള്ളത്തിൽ നെയിലിടുമ്പോൾ വെള്ളത്തിനേക്കാളും ഡെൻസിറ്റി കൂടിയതാണ് നെയിലായതുകൊണ്ട് നെയിൽ താഴോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ താഴെ ഡെൻസിറ്റിയുടെ ഒക്കെ ഫോർമുല എന്താണ്? ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്നാണ് ഫോർമുല വരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, ട്രെൻഡ് ഓഫ് മെറ്റാലിക് ക്യാരക്ടർ ഈസ് മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. അപ്പോൾ ഒരു പീരിയോഡിക് ടേബിൾ എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ മെറ്റലിൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ മെറ്റാലിക് ക്യാരക്ടർ എന്താ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യും? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോഴത്തേക്കും ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കും. മെറ്റലിൽ നിന്ന് നോൺ മെറ്റലിലോട്ടാണ് എന്ത് പറയുന്നത്, നമ്മുടെ ഈ പീരിയോഡിക് ടേബിൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ മെറ്റൽസ് ആയിരിക്കും, അതിൻ്റെ മെറ്റാലിക് പ്രോപ്പർട്ടി എന്ത് ചെയ്യും? റൈറ്റ് സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിലേതൊക്കെ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ സോഴ്സ് ഓഫ് എനർജി. എനർജിയുടെ സോഴ്സ് വെച്ച് കമ്പയർ ചെയ്തിട്ട് ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, കോൾ, നാച്ചുറൽ ഗ്യാസ് ആൻഡ് ഫയർവുഡ് ആർ എക്സാമ്പിൾസ് ഓഫ് കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി. കോളും നാച്ചുറൽ ഗ്യാസും അതുപോലെ തന്നെ ഫയർവുഡും ഒരു കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ആണോ എന്നാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. വിൻഡ്, സോളാർ ആൻഡ് ടൈഡൽ ആർ എക്സാമ്പിൾസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി. വിൻഡും സോളാറും അതുപോലെ തന്നെ ടൈഡലും ഒരു നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിയുടെ എക്സാമ്പിളാണോ? അപ്പോൾ ആൻസർ രണ്ടും കറക്റ്റാണ്. ബോത്ത് എ ആൻഡ് ബി അല്ലെങ്കിൽ ബോത്ത് 1 and 2 കറക്റ്റാണ്. കോളും നാച്ചുറൽ ഗ്യാസും ഫയർവുഡും എന്തിന് എക്സാമ്പിളാണ്? കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിയും. വിൻഡ്, സോളാർ അതുപോലെ തന്നെ ടൈഡൽ ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിക്ക് എക്സാമ്പിളാണ്. അപ്പോൾ എന്താണ് കൺവെൻഷണൽ, എന്താണ് നോൺ കൺവെൻഷണൽ സോഴ്സ് എന്ന് നോക്കാം. കൺവെൻഷണൽ സോഴ്സസ് എന്ന് വെച്ചാൽ ദീസ് സോഴ്സ് ആർ ടിപ്പിക്കലി നോൺ റിന്യൂവബിൾ എനർജീസ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഫോസിൽ ഫ്യൂൽ നോൺ റിന്യൂവബിൾ എനർജീസിനാണ് കൺവെൻഷണൽ സോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഇപ്പം നോൺ റിന്യൂവബിൾ എന്ന് ചോദിച്ചാൽ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാവുമായിരിക്കും. പക്ഷേ ഈ കൺവെൻഷണൽ എന്ന് പറയുമ്പോൾ ഈ നോൺ റിന്യൂവബിൾ സോഴ്സസിനാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഉപയോഗിക്കും തോറും അതിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ തീർന്നു പോകാൻ ചാൻസ് ഉള്ളത്. അതേസമയം തീർന്നു പോകാത്തത് അല്ലെങ്കിൽ റിന്യൂ ആവാൻ ചാൻസ് ഉള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ കൺവെൻഷണൽ എന്ന് പറയുന്നത്. ഈ വിൻഡ് ആയാലും സോളാർ ആയാലും ടൈഡൽ എനർജിയൊക്കെ എന്താവില്ല, എക്സോസ്റ്റ് ആയി പോകാനോ തീർന്നു പോകാനോ ചാൻസ് ഇല്ലാത്ത എനർജീസാണ്, റിന്യൂ ആയിക്കൊണ്ടേയിരിക്കും. ബട്ട് മറ്റേതാണെങ്കിൽ മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്തിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദ വൈസ് പ്രസിഡൻറ്റ് ഹു അസ്യൂംസ് ദ ഓഫീസ് ഓഫ് പ്രസിഡൻറ്റ് ഇൻ കേസ് ഓഫ് വേക്കൻസി ഡ്യൂ ടു ദ ഡെത്ത് ഹോൾഡ്സ് ഇറ്റ് ഫോർ. ഇപ്പോൾ പ്രസിഡൻറ്റിൻ്റെ ഒരു വേക്കൻസി അല്ലെങ്കിൽ മരണം കാരണം ആ ഒരു വേക്കൻസി വൈസ് പ്രസിഡൻറ്റ് എത്ര കാലത്തേക്കാണ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 6 months അറ്റ് മോസ്റ്റ്, മാക്സിമം 6 മാസമാണ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. വെൻ ഡാഷ് വാസ് ബോൺ ദ എർത്ത് സാങ്ക് 2.5 hands. The above statement or the folk saying is related to which historical personality of Uttar Pradesh? ഉത്തർപ്രദേശിലെ ഏത് പേഴ്സണാലിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അൽഹയെക്കുറിച്ചാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അൽഹ ജനിച്ചപ്പോഴത്തേക്കും എർത്ത് സാങ്ക് 2.5 hands. അൽഹ ജനിച്ചപ്പോൾ ഭൂമി അതിൻ്റെ 2/3 പാർട്ട് എന്തായി, 2.5 പാർട്ട് എന്തായി, വെള്ളത്തിലോട്ട് മുങ്ങിയെന്നാണ് ഇത് പറയുന്നത്. ഉത്തർപ്രദേശിലെ ഒരു പേഴ്സണാണ്, അദ്ദേഹത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഫോക്ക് മ്യൂസിക്കിൽ നിന്നുള്ള ക്യാരക്ടറാണിത്. ഇജാര റവന്യൂ സിസ്റ്റം വാസ് സ്റ്റാർട്ടഡ് ഡ്യൂറിങ് ദ റെയിൻ ഓഫ്. ഇജാര റവന്യൂ സിസ്റ്റം എപ്പോഴാണ് തുടങ്ങിയത്? ആരാണ് തുടങ്ങിയത്? ആരുടെ കാലഘട്ടത്താണ് തുടങ്ങിയത്? ജഹന്തർ ഷായുടെ കാലഘട്ടത്താണ് എന്ത് തുടങ്ങിയത്? ഇജാര റവന്യൂ സിസ്റ്റം. 8th question, if there was no organic life on earth, the amount of oxygen in the atmosphere will. നമ്മുടെ ഭൂമിയിൽ ജീവജാലങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഭൂമിയിലെ ഓക്സിജൻ്റെ അളവ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബി ഓൾമോസ്റ്റ് നീൽ. ഓക്സിജൻ്റെ അളവ് ഭൂമിയിൽ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അതാണ് കറക്റ്റ് ഓപ്ഷൻ ബി, ഓൾമോസ്റ്റ് നിൽ. 9th question, the reproductive part in animal produce male and female gametes that fuse to form dash. അനിമൽസ് മെയിലും ഫീമെയിൽ ഗാമീറ്റ്സ് ചേർന്നിട്ട് എന്തുണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുണ്ടാവും? സൈഗോട്ട്. 10th question, in hockey, what is the meaning of the signal if the umpire points both arms horizontally towards the goal? ഒരു ഹോക്കി കളിക്കുന്നതിൽ അമ്പയർ രണ്ട് കൈയും ഗോൾ പോസ്റ്റിലേക്ക് കാണിക്കുന്നെങ്കിൽ അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ചോദിച്ചത്. ആൻസർ പെനാൽറ്റി കോർണർ. പെനാൽറ്റി കോർണറാണ് അതിൻ്റെ ആൻസർ വരുന്നത്. മേരെ ഹോ ചോങ്ബ ഈസ് എ ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡാഷ് ടു പ്രൊമോട്ട് പീസ് ആൻഡ് സോൾഡാരിറ്റി എമംഗ് ഓൾ കമ്മ്യൂണിറ്റീസ്. മേരെ ഹോ ചോങ്ബ എന്നുള്ള ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. മണിപ്പൂരിലാണ് മേരെ ഹോ ചോങ്ബ എന്നുള്ള ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. Who among the following was appointed as the Deputy Governor of the Reserve Bank of India in May 2025? മെയ് 2025 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായിട്ട് സ്ഥാനക്കയറ്റം കിട്ടിയത് ആർക്കാണെന്നാണ് ചോദിച്ചത്. ഡോക്ടർ പൂനം ഗുപ്ത. ഡോക്ടർ പൂനം ഗുപ്തയാണ് 2025 മെയ്യിൽ റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് വന്നത്. 13th question, രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിലേതൊക്കെയാണ് കറക്റ്റ് എന്ന് ഒരു അസേർഷനും റീസൺ തന്നിട്ടുണ്ട്. In 1946, the Muslim League withdraw its acceptance of the cabinet mission plan. 1946 മുസ്ലിം ലീഗ് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ്റെ അക്സെപ്റ്റൻസ് പിൻവലിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റീസൺ, ദ മുസ്ലിം ലീഗ് ജോയിൻ ദ ഇൻ്ററിം ഗവൺമെൻറ് ഫോംഡ് ഇൻ 1946. അതിന് കാരണം മുസ്ലിം ലീഗ് 1946 വന്ന ഇൻ്ററിം ഗവൺമെൻറ്റിൽ ജോയിൻ ചെയ്തെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ബട്ട് ആദ്യം പറഞ്ഞതിൻ്റെ കറക്റ്റ് റീസൺ അല്ല രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ആ തന്നിരിക്കുന്ന അസേഷൻ്റെ കറക്റ്റ് റീസൺ അല്ല നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ, ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. The minimum percentage of deposit that need to be maintained by commercial bank in the form of liquid assets, cash, gold, government securities, etc. refers to. ഒരു മിനിമം എമൗണ്ട് ഓഫ് മണി എപ്പോഴും എന്തിനാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് കയ്യിൽ കരുതിയിരിക്കണം. അതിനെ എന്താ പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്നാണ് പറയുന്നത്. അതിനെന്താ പറയുന്നത്? സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. Which regulatory body notified the determination of cost of production regulation 2025? CCI. ഇതിൽ ഏത് റെഗുലേറ്ററി ബോഡിയാണ് ഡിറ്റർമിനേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഗുലേഷൻ 25നെ അതിൻ്റെ റെഗുലേറ്ററി ബോഡി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? CCI ആണ്. CCI മീൻസ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യ സക്സസ്ഫുള്ളി ടെസ്റ്റ് ഫയർ Prithvi 2 and Agni 1 ballistic missiles. Which of the following statement is true? നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ 2 മിസൈൽസ് സക്സസ്ഫുള്ളി ടെസ്റ്റ് ചെയ്തു. പൃഥ്വി 2ഉം അഗ്നി 1ഉം. ഈ ബാലിസ്റ്റിക് മിസൈൽസിനെ കുറിച്ച് ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. പൃഥ്വി 2 ആൻഡ് അഗ്നി 1 ആർ ന്യൂക്ലിയർ കാപ്പബിൾ. പൃഥ്വി 2ഉം അഗ്നി 1ഉം എന്താണ്? ന്യൂക്ലിയർ കാപ്പബിൾ ആയിട്ടുള്ള ബാലിസ്റ്റിക് മിസൈൽസ് ആണ്. Question 17, consider the following statement regarding the Harappan civilization. Harappan civilization ആയിട്ട് ബന്ധപ്പെട്ട ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Which of statement given is are not correct? കറക്റ്റ് അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മൂന്നാമത്തതാണ് കറക്റ്റ് അല്ലാത്തത്. കറക്റ്റായിട്ടുള്ളത് 1ഉം 2ഉം ആണ്. കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഡിവിഷൻ ഓഫ് സിറ്റീസ് പോയിൻറ്റഡ് ടുവേർഡ്സ് ദ പ്രിവാലൻറ്റ് എക്കണോമിക് ഗ്രൂപ്പ്സ് ഇൻ സെറ്റിൽമെൻറ്റ്. ബാലക്കോട്ട് വാസ് വൺ ഓഫ് ദ പ്രോമിനൻറ്റ് സെൻറ്റേഴ്സ് ഓഫ് ഷെൽ ഇൻഡസ്ട്രീസ്. ഇത് രണ്ടും കറക്റ്റാണ്. മൂന്നാമത് വന്നിരിക്കുന്നത് തെറ്റാണ്. 18th question, which one of the following statement is not correct? ഇത് തന്നിരിക്കുന്ന ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ് അല്ലാത്തത്? നാലാമത്തതാണ് കറക്റ്റ് അല്ലാത്തത്. അപ്പോൾ കറക്റ്റായിട്ടുള്ളത് മൂന്നാം നോക്കാം ഏതൊക്കെയാണെന്ന്. വെൻ ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് മാക്സിമം, മാർജിനൽ യൂട്ടിലിറ്റി 0. ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആകുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. വെൻ ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ഡിക്രീസിങ്, മാർജിനൽ യൂട്ടിലിറ്റി ഈസ് നെഗറ്റീവ്. ടോട്ടൽ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എന്തായിട്ട് മാറും? നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കും. വെൻ ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ഇൻക്രീസിങ്, മാർജിനൽ യൂട്ടിലിറ്റി ഈസ് പോസിറ്റീവ്. ടോട്ടൽ യൂട്ടിലിറ്റി കൂടുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി പോസിറ്റീവ് ആയിരിക്കും. മൂന്ന് കാര്യങ്ങൾ എന്താണ്? വെൻ ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആണെങ്കിൽ, മാക്സിമം യൂട്ടിലിറ്റി വരുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി 0 ആയിരിക്കും. ഈ ടോട്ടൽ യൂട്ടിലിറ്റി കുറയുകയാണെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ് ആയിരിക്കും. കുറയുമ്പോൾ നെഗറ്റീവ് ആവും. അതേസമയം ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ആകുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റിയും പോസിറ്റീവ് ആവും. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇൻക്രീസ് ആകുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ആവും അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. ഡിക്രീസ് ആകുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി ഡിക്രീസ് ആയിരിക്കും. ഈ ഒരു സാധനം മാക്സിമം ആകുമ്പോൾ അതിൻ്റെ യൂട്ടിലിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും വരുന്നത്.
താഴെ എൻ്റെ കർവും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോൺസ്റ്റിറ്റ്യൂഷൻസ് ഇൻസ്പയർഡ് ദ ലോ മേക്കിംഗ് പ്രോസസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ലോ മേക്കിങ്ങിന് ഇൻസ്പയർ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആരുടെയാണ്? ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യയിൽ ലോ മേക്കിങ്ങിന് ഇൻസ്പയർ ആയത്. അടുത്ത 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ അഡ്വഞ്ചർ ഓഫ് കാക്ക ബാബു വോളിയം 1 ബൈ സുനിൽ ഗംഗോപാധ്യ. സുനിൽ ഗംഗോപാധ്യയുടെ അഡ്വഞ്ചേഴ്സ് ഓഫ് കാക്ക ബാബു വോളിയം 1 പറഞ്ഞിരിക്കുന്നത്, അതിനെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് കറക്റ്റ്, അപ്പോൾ അത് മാത്രം വായിക്കാം. ദ പൈനിയറിംഗ് ബംഗാളി അഡ്വഞ്ചർ നോവൽ ഫീച്ചറിംഗ് ഡിറ്റക്റ്റീവ് കാക്ക ബാബു വിത്ത് മിസ്റ്ററി ആൻഡ് കൾച്ചറൽ തീംസ്. ഓക്കെ, ഇതൊരു ബംഗാളി അഡ്വഞ്ചറാണ്, അതിൽ ഒരു നോവലാണ്. അതിൽ ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള കാക്ക ബാബു അദ്ദേഹത്തിന് മിസ്റ്ററി ആൻഡ് കൾച്ചറൽ തീംസിനെ കുറിച്ചൊക്കെയാണ് ഇത് പറയുന്നത്. ഓക്കെ, കൂടുതൽ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ആ കഥ എന്താ കഥ പറയുന്നത് എന്നുള്ള കാര്യമൊക്കെ ഇതിൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, 21st question, the people tree is called the Bodhi tree. Which of the following statement about is incorrect? ഈ തന്നിരിക്കുന്നതിൽ പീപ്പിൾ ട്രീ അല്ലെങ്കിൽ അതിനെയാണ് ബോധി ട്രീ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എയും ബിയും ആണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ സിയും ഡിയും കറക്റ്റാണ്. ഇറ്റ് റിലീസസ് ഓക്സിജൻ ഫോർ 24 hours. 24 hours എന്ത് ചെയ്യും? ഓക്സിജൻ റിലീസ് ചെയ്യും. ഇറ്റ്സ് ആവറേജ് ലൈഫ് സ്പാൻ ഓഫ് 2500 years. അതിൻ്റെ ഏകദേശം കാലാവധി എന്ന് പറയുന്നത് 2500 വർഷം ജീവിക്കുന്നതിന് മരമാണ് പീപ്പിൾ ട്രീ. ഓക്കെ, അതിൻ്റെ താഴെ കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. ബോധി ട്രീ ആണ് ബോട്ട് ട്രീ എന്ന് പറയുന്നത്. അതിനകത്തുണ്ടാകുന്നത് മറ്റേ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്നല്ല ഇവിടെ തന്നിരിക്കുന്നത്. ഫൈബ്രസ് അല്ല, ടാപ്പ് റൂട്ട് സിസ്റ്റമാണ്. പിന്നെന്താണ്, ബനിയൻ ട്രീ ആണ് നാഷണൽ ട്രീ ഓഫ് ഇന്ത്യ. പീപ്പിൾ ട്രീ അല്ല നാഷണൽ ട്രീ ഓഫ് ഇന്ത്യ. ഓക്കെ, വിച്ച്, അപ്പോൾ ഇത് മലയാളത്തിൽ പറയാൻ പേരാലും അരയാലും അതാണെന്ന് തോന്നുന്നു പീപ്പിളും ബനിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹൂ എമംഗ് ദ ഫോളോയിങ് കോയിൻ ദ നെയിം ഓക്സിജൻ ഫോർ ദ എലമെൻറ്റ് റിലീസ് ബൈ മെർക്കുറിക് ഓക്സൈഡ് ഇൻ 1779? ആരാണ് ഓക്സിജൻ എന്നുള്ള വേർഡ് കോയിൻ ചെയ്തത് ഫോർ ദ എലമെൻറ്റ് റിലീസ് ബൈ മെർക്കുറിക് ഓക്സൈഡ് റിലീസ് ചെയ്യുന്ന ഒരു എലമെൻ്റ് ആയിട്ടുള്ള അതിന് ഓക്സിജൻ എന്ന പേര് കൊടുത്ത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻ്റോണിയോ ലാവോയ്സർ ആണ് എന്ത് ചെയ്തത്? മെർക്കുറിക് ഓക്സൈഡിൽ നിന്ന് റിലീസാവുന്ന ഗ്യാസിന് ഓക്സിജൻ എന്ന് പേര് കൊടുത്തത്. ആൻ്റോണിയോ ലാവോയ്സറിനെയാണ് ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഓക്സിജൻ എന്നുള്ള പേര് ആദ്യമായിട്ട് കോയിൻ ചെയ്യുന്നത് 1779 അത് മെർക്കുറി ഓക്സൈഡിലൊരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, 23rd question, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ദ ബനാറസ് ലിറ്റ് ഫെസ്റ്റ് ബുക്ക് അവാർഡ് 2026. എന്താണ് ബനാറസ് ലിറ്റ് ഫെസ്റ്റ് ബുക്ക് അവാർഡ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 2 ആണ് ഇതിൽ കറക്റ്റ്. അരുണാവ സിൻഹ won the രവീന്ദ്രനാഥ് ടാഗോർ അവാർഡ് ഫോർ ട്രാൻസ്ലേഷൻ ഫോർ ലിമിറ്റഡ് ഓർ അൺലിമിറ്റഡ്. ഓക്കെ, അരുണ സിൻഹയ്ക്ക് രവീന്ദ്രനാഥ് ടാഗോർ അവാർഡ് കിട്ടി ഫോർ ട്രാൻസ്ലേഷൻ ഫോർ ലിമിറ്റഡ് ഓർ അൺലിമിറ്റഡ്. എന്താണത്? ബുക്കാണോ അത്? അതെ, ബുക്കാണ് ഫോർ ഹിസ് വർക്ക് ലിമിറ്റഡ് ആൻഡ് അൺലിമിറ്റഡ്. ഓക്കെ, അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ അവാർഡ് കിട്ടിയതാർക്കാണ്? അരുണവ സിൻഹ. 24th question, government audit also include the audit of government companies conducted by Controller and Auditor General of India, CAG. അപ്പോൾ ഗവൺമെൻറ് ഓഫീസസും അല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ആരാണ് ഓഡിറ്റ് ചെയ്യുന്നത്? CAG ആണ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. 25th question, who received the ദ്രോണാചാര്യ അവാർഡ് ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് കോച്ചസ് ഇൻ സ്പോർട്സ് ആൻഡ് ഗെയിംസ് 2024 ഇൻ ദ ലൈഫ് ടൈം കാറ്റഗറി? ആർക്കാണ് ദ്രോണാചാര്യ അവാർഡ് കിട്ടിയത്? ദ്രോണാചാര്യ അവാർഡ് കിട്ടുന്ന ആർക്കാണ്? കോച്ചസിനാണ്. 2024 ലൈഫ് ടൈം കാറ്റഗറിക്ക് കിട്ടിയത് ആർക്കാണ്? ശ്രീ എസ് മുരളീധരൻ ആൻഡ് ശ്രീ അർമദോ അഗ്നീലോ കൊലാക്കോ. ആർക്കാണ്? ശ്രീ എസ് മുരളീധരനും ശ്രീ അമരാന്തോ അഗ്നലോ കൊലാക്കോ. ഈ 2 പേർക്കാണ് എന്ത് കിട്ടിയത്? ദ്രോണാചാര്യ അവാർഡ് കിട്ടിയത്.
അപ്പോൾ ഇത്രയും പറഞ്ഞ് 25 ക്വസ്റ്റ്യൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു സെഷൻ നമുക്ക് യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു ഇതുപോലത്തെ സെക്ഷനിൽ നമുക്ക് വീണ്ടും കാണാം.